ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ മക്കളെ, വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഒന്നിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം ഈ ഒരു അവസരം നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം ഈ പാഠം പഠിക്കുന്ന എല്ലാ ദൈവ മക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ ഞാൻ ഈ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ആഴ്ചയിലെ 12ാമത്തെ പാഠത്തിലേക്കാണ് വരുന്നത്. അതിൻ്റെ തലകെട്ട് നൽകിയിരിക്കുന്നത് ദൈവം നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരൂ എന്നാണ്. ഇത് മോശ ദൈവത്തോട് ചെയ്യുന്നൊരു അപേക്ഷയാണ്. അവസാനം വരെയും ദൈവത്തോട് ഒപ്പം നടന്ന ഒരു അനുഭവം മോശയ്ക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ വ്യക്തിപരമായി മോശയോട് അടുത്ത് ഇടപഴകുകയും സംസാരിക്കുകയും മോശയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെ പോലെ ദൈവത്തോട് അടുത്ത് ബന്ധപ്പെടുവാനും ദൈവത്തോട് ഒന്നിച്ചായിരിക്കാനുമുള്ള അവസരങ്ങൾ അനേക തവണ മോശയുടെ ജീവിതത്തിൽ നേരിട്ട് മോശാനുഭവത്തിൽ കടന്നു വരികയും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളാൽ നയിക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് അറിയാം. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ മോശയെപ്പോലെ ദൈവത്തോട് ഒപ്പം ആയിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആയിരിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നാം ദൈവത്തിൽ വളരുന്നതും ദൈവമക്കളായി നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് കൂടുതൽ വിശ്വാസത്തിലും പ്രത്യാശയിലും നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാനും കഴിയുന്നത്. ഇപ്പോൾ മോശ ഇത്രമാത്രം ദൈവത്തോടൊപ്പം ദൈവസന്നിധിയിൽ ചെലവഴിച്ച വ്യക്തിയായിരുന്നിട്ടും ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഓരോ അവസരങ്ങളിലും മോശ ദൈവത്തെ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നില്ല. അല്ലാതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ മഹത്വം എന്താണ്, ദൈവം പൂർണ്ണമായിട്ടും ആരാണ്, ദൈവത്തെ എങ്ങനെയാണ് ഗ്രഹിക്കാൻ കഴിയുന്നത് എന്നുള്ള ചിന്ത എപ്പോഴും മോശയെ ഭരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അറിയുന്നതിലൂടെയും അല്ലെങ്കിൽ അത് പിന്തുടരുന്നതിലൂടെയും ദൈവത്തോടൊപ്പമുള്ള തൻ്റെ നടത്തത്തിൽ മോശ എങ്ങനെ വളർന്നു എന്ന് നമ്മൾ പഠിക്കുന്നത് അതാണ്. ഈ ആമുഖത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഈ നിർദ്ദേശങ്ങളാണ്. മനപ്പാഠവാക്യം പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് അവൻ്റെ മുമ്പാകെ നടന്ന് ഘോഷിച്ചു തന്നാൽ കർത്താവായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകൾ നമ്മളിവിടെ കാണുകയാണ്. ആ ദൈവത്തിൻ്റെ ദയയും ക്ഷമയും അല്ലെങ്കിൽ കൃപയും ഓടൊപ്പം തന്നെ ദൈവം നീതിമാനാകുന്നു. ദൈവീയ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നതിൽ വളരെ നീതിബോധമുള്ള ദൈവമാണ് താൻ എന്ന് ഇവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് തുടർന്ന് പാഠത്തിലേക്ക് വരാം. അടങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, മനോഹരമായ ഈ അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം പഠിക്കുവാൻ ഈ ക്വാർട്ടറിൽ ഈ 12ാമത്തെ ആഴ്ച വരെയും അടിയങ്ങളെ കർത്താവ് സഹായിച്ചല്ലോ. ഈ വചനങ്ങളൊക്കെ അടിയങ്ങൾ പഠിച്ച് ദൈവജനത്തിൽ കൂടുതൽ വിശ്വാസവും ഉറപ്പും ഉള്ളവരായി ജീവിപ്പാൻ അടിയങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം. തുറന്നുള്ള പാഠമണ്ഡലത്തിൽ അവിടുത്തെ കൃപയും സാന്നിധ്യം ഉണ്ടാവണം. പാഠം സംബന്ധിക്കുന്ന എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങളെയും സ്വർഗീയമായ അനുഗ്രഹങ്ങളിൽ നിറയ്ക്കണം. അടിയനെ അവിടുത്തെ കരങ്ങൾ താഴ്ത്തി പരമേൽപ്പിക്കുന്നു. മൗനമൊത്ത കർത്താവ് നെടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആജീവനെ തന്ന
യേശുവിൻ്റെ നമ്മൾ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. ഞായറാഴ്ച ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും നമ്മളിവിടെ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഈ സമാഗമന കൂടാരം നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ യഹോവയെ ദൈവത്താൽ നിർദ്ദേശങ്ങൾ നൽകപ്പെട്ട് വളരെ കൃത്യമായിട്ട് ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ പാർക്കേണ്ടതിന് ഒരു വിശുദ്ധ മന്ദിരം നിർമ്മിക്കണമെന്ന് മോശയോട് നിർദ്ദേശിച്ച പ്രകാരം വളരെ കൃത്യമായിട്ട് ഓരോ അംശങ്ങളെ സംബന്ധിച്ചും യഹോവ ദൈവം മോശയ്ക്ക് നിർദ്ദേശം കൊടുത്ത് ദൈവജനത്തിന് ഇടയിൽ സ്ഥാപിക്കപ്പെട്ട സമാഗമന കൂടാരം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ യഹോവയ ദൈവത്തിൻ്റെ സ്ഥാനവും യഹോവയ ദൈവത്തിൻ്റെ സാന്നിധ്യവും മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമല്ല, തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവിക നിയമങ്ങളെ, ദൈവിക നിർദ്ദേശങ്ങളെ, ന്യായപ്രമാണ നിയമങ്ങളെ എങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഒരു ദൈനംദിനമായ പരിശീലനം നൽകുന്നതിന് വേണ്ടി ദൈവം നിയമിച്ചതും അല്ലെങ്കിൽ തുടങ്ങി വെച്ചതും അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് സമാഗമന കൂടാരത്തിലുള്ള സകല ശുശ്രൂഷകളും അതിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് നാം ഈ സമാഗമന കൂടാര ആരാധന സവിശേഷതകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ സമാഗമന കൂടാരം ദൈവജനത്തിൻ്റെ ഇടയിൽ അവരുടെ രക്ഷയുടെ മുഖാന്തരമായിട്ട് രക്ഷയുടെ ദൂത് അവരോട് അറിയിക്കുവാൻ ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരു അവസരവും അതിനുള്ള ഒരു ക്രമീകരണവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മോശ സീനായ് പർവ്വതത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു നേതൃത്വ പരിശീലനത്തിലേക്ക് ഈ മോശയെ ദൈവം രൂപാന്തരപ്പെടുത്തുമ്പോൾ അല്ലെ ദൈവം മോശയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ മോശയെ ഒരു ശക്തനായ നേതാവാക്കി ദൈവജനത്തെ നയിക്കുവാൻ ഒരുക്കുക, അതിനായിട്ട് ബലപ്പെടുത്തുക, അതിനുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് മാത്രമല്ല, മിദ്യാനിലെ തൻ്റെ ജീവിതത്തിനിടയിൽ തൻ്റെ പ്രവൃത്തികൾക്കും തൻ്റെ ജീവിതത്തിനും തൻ്റെ മറ്റ് കാര്യങ്ങൾക്കും താൻ സമയം ചെലവഴിക്കുകയും അനേക കാര്യങ്ങൾ ഈ മിദ്യാനിലെ ജീവിതത്തിനിടയിൽ മോശ തൻ്റെ അമ്മാവയ്യപ്പനായ യിത്രോയിൽ നിന്നും ദൈവം മോശയ്ക്ക് അരുളി ചെയ്ത വാക്കുകളിൽ നിന്നും ദൈവം വെളിപ്പെടുത്തി കൊടുത്ത മറ്റ് അറിവുകളിൽ നിന്നും ഉപരിയായിട്ട് ഈ മിദ്യാനിലെ ജീവിതത്തിൽ ആ സമയത്തിനുള്ളിൽ 2 പുസ്തകങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ അവിടെ വെച്ച് ആ സമയത്ത് രചിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് യോബിൻ്റെ പുസ്തകമുണ്ട്, ഉൽപ്പത്തി പുസ്തകവും. നമ്മൾ യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ വാസ്തവം പറഞ്ഞാൽ അത് വിശുദ്ധ വേദപുസ്തകത്തിലെ 1ാമത്തെ പുസ്തകമായി കണക്കാക്കേണ്ട മോശയുടെ 1ാമത്തെ പുസ്തകമാണ് എന്ന് നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും യോബിൻ്റെ പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും ഈ മിദ്യാനിലെ തൻ്റെ ജീവിതത്തിനിടയിൽ ആണെങ്കിൽ ജീവിത സന്ദർഭങ്ങളെ സാഹചര്യത്തിലാണ് മോശ എഴുതുവാൻ ഇടയായി തീർന്നത് എന്ന് നമുക്ക് അറിയാം. ഇവിടെ വെച്ച് തന്നെ ദൈവവുമായിട്ടുള്ള ഏറ്റവും അടുത്ത സഹവാസവും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഒരു പരിധിവരെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വഭാവത്തെയും കുറച്ചെങ്കിലും മനസ്സിലാക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ദൈവജനമായ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് ഇറക്കി പുറപ്പെടുവിച്ചതിന് ശേഷമുള്ള അനേക അനുഭവങ്ങൾ കൂടുതലായിട്ട് ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കുവാനുള്ളൊരവസരവും മോശയ്ക്ക് കൊടുത്തുവെങ്കിൽ പോലും ദൈവത്തെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാനും യഹോവയുടെ സ്വഭാവം പൂർണ്ണമായിട്ട് എന്താണ് എന്ന് അറിയുവാനും മോശയ്ക്ക് കഴിഞ്ഞില്ല. മോശ ദൈവത്തോട് ദൈവത്തെ കാണിക്കുവാനും വെളിപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചു തരണമെന്ന്
ചോദിക്കുവാൻ ആവശ്യപ്പെടാനുള്ള കാരണം അവിടെയാണ്. പല വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ദൈവം മോശയെ ഈ മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവജനത്തോടു കൂടി കൊണ്ടുപോകുമ്പോൾ അവിടെയൊക്കെ ആ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വഭാവം, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താകുന്നു എന്ന് മോശയ്ക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവസരങ്ങളിലൊക്കെയും മോശ ദൈവത്തിൻ്റെ ഒരു വിശ്വസ്ത ദാസനായിരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആവർത്തന പുസ്തകം 34 അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, യോശുവ 1:1, അതുപോലെ ആവർത്തനം 18, 15, 18 ഈ വാക്യങ്ങളൊക്കെ മോശയെ സംബന്ധിച്ച് മോശ എത്രമാത്രം വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സമാഗമന കൂടാരം മോശയുടെ ജീവിതത്തിലും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലും എത്രമാത്രം അത് നിർണായകമായ ഒരു പങ്ക് അവരുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വഹിച്ചിരുന്നുവെന്നും അത് പിൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്ഷയെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. തിങ്കളാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ, എനിക്ക് നിങ്ങളെ അറിയാൻ കഴിയേണ്ടതിന് എന്ന തലക്കെട്ടിൽ നാം മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കർത്താവിൽ അല്ലെങ്കിൽ മോശയുടെ വളർച്ച അത് സ്ഥിരതയുള്ളതും അവൻ കർത്താവിൻ്റെ കൂടുതൽ അടുത്ത് വരികയും ചെയ്യുവാൻ ഇടയായി തീർന്നു എന്നതാണ്. ഇപ്പോൾ ദൈവം മോശയെ വിളിച്ച നാൾ മുതൽ, അതിനു മുമ്പ് മുതൽ തന്നെ ദൈവത്താൽ നയിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു മോശ എന്ന് മോശയുടെ ജനനം മുതൽ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ മോശയെ ഹോരേ പർവ്വതത്തിൽ വെച്ച് ദൈവം പ്രത്യക്ഷനായി വിളിക്കുന്ന സമയം മുതൽ മോശയുടെ മരണം വരെ മോശയുടെ ജീവിതത്തിൽ ദൈവമുണ്ടായിരുന്നു. എത്ര ഭാഗ്യകരമായ ഒരു പദവിയും ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ എങ്കിൽ പോലും മോശ എപ്പോഴും ദൈവത്തോട് പറയുന്ന ഒരു കാര്യം, പുറപ്പാട് പുസ്തകം 33:13 പറയുന്നത്, നിന്റെ വഴി ഇപ്പോൾ എനിക്ക് കാണിച്ചു തരൂ, ഞാൻ നിന്നെ അറിയാൻ ഇടയാകും. നോക്കുക, ഇത്രയും കാലം ദൈവത്തോടൊപ്പം നടന്ന മോശ വീണ്ടും പറയുന്നത്, എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ വളരെ ചുരുങ്ങിയ ജീവിതം ഉള്ള, ചുരുങ്ങിയ കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ച് നാം ദൈവത്തെ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എത്രമാത്രം നിലനിർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വർഷം ദൈവത്തോടൊപ്പം ദൈവം സംസാരിച്ച്, ദൈവം കൂടെ നടന്ന്, ദൈവം വിളിച്ച്, ദൈവം നിർദ്ദേശങ്ങൾ കൊടുത്ത് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ദൈവമായിട്ട് അടുത്ത് ഇടപഴകിയ മോശയാണ് ദൈവത്തോട് പറയുന്നത്, നിന്റെ വഴി ഇപ്പോൾ എനിക്ക് കാണിച്ചു തരൂ. എത്രയോ വഴികൾ മോശ കണ്ടതാണ്, എത്രയോ വഴികളിലൂടെ ദൈവം മോശയെ നടത്തിയതാണ്. എങ്കിലും മോശ എപ്പോഴും ചിന്തിക്കുന്നത് അതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം നമ്മുടെ ദൈവത്തെ അറിയുവാൻ വ്യഗ്രതയുള്ളവരും താല്പര്യമുള്ളവരും അതിൽ സന്തോഷമുള്ളവരുമാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കുക. അത് മോശയെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ ഇടയായി തീർന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ മോശ ദൈവമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് സഹവസിക്കുന്നത് സീനായ് പർവ്വതത്തിൽ കടന്നു ചെന്ന് അല്ലെങ്കിൽ കയറി ചെന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ വാങ്ങുന്ന അവസരമാണ്. ഈ സീനായ് പർവ്വതത്തിൽ കടന്നു ചെന്ന് മോശ ഈ കൽപ്പനകൾ വാങ്ങുമ്പോൾ ദൈവം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ മോശയ്ക്ക് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, തൻ്റെ 10 കൽപ്പനകൾ. 2, തൻ്റെ ആലയം, വിശുദ്ധ മന്ദിരം എങ്ങനെ നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശം. ഈ നിർദ്ദേശത്തെ സംബന്ധിച്ച് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മോശയോട് എന്ത് സംസാരിച്ചു എന്നും മോശ അതെങ്ങനെ ശ്രദ്ധ വെച്ച് കേട്ടുവെന്നും ആ വിശുദ്ധ ആലയം നിർമ്മിക്കുന്ന സമയത്ത് എത്ര വ്യക്തമായിട്ടും എത്ര സത്യസന്ധമായിട്ടും എത്ര വിശ്വസ്തമായിട്ടും ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പ്രവർത്തിക്കുവാൻ ചെയ്യുവാൻ മോശ അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മോശയ്ക്ക് സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം നിർദ്ദേശം നൽകുന്നു. ഒന്ന്, തൻ്റെ വിശുദ്ധ കൽപ്പനകളും. 2, തൻ്റെ വിശുദ്ധ മന്ദിരം പണിയാനുള്ള. എന്നിട്ട് പോലും മോശ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് പറയുന്നത്, ഇതിനെല്ലാം ശേഷം പറയുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവം എനിക്ക് പൂർണ്ണമായിട്ട്
അറിയുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതൊരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ചിന്തകൾ കൊണ്ടോ വിലയിരുത്തലുകൾ കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയില്ല. എന്നാൽ മോശയെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. തീർച്ചയായിട്ടും ദൈവത്തോടൊപ്പം നടന്ന ദൈവിക മനുഷ്യനായിരുന്നുകൊണ്ട് മോശയ്ക്ക് അത് മനസ്സിലായിരുന്നു. പക്ഷേ മോശയുടെ ഹൃദയത്തിലെ എപ്പോഴും ആ ഒരു ചിന്ത എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരും എത്രമാത്രം ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവത്തെ നാം എത്രമാത്രം ഗ്രഹിച്ചിട്ടുണ്ട്, അത് എത്രമാത്രം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച ദയവായി നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. വീണ്ടും അതിൻ്റെ ആവർത്തനമാണ്. ഇപ്പോൾ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ എന്നെ സഹായിക്കണമേ, എനിക്ക് അറിയാൻ കഴിയുന്നത് നീ എനിക്ക് നിന്നെ വെളിപ്പെടുത്തണമേ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മഹത്വം മോശയ്ക്ക് കാണിച്ചു കൊടുക്കണമേ എന്ന് അവിടെ പറയുന്നു. ഇപ്പോൾ സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തിൻ്റെ കൽപ്പനകളെ അല്ലെങ്കിൽ ലംഘിച്ച് വിശ്വാസത്യാഗം നടത്തിയ ദൈവജനത്തെ വീണ്ടും വാഗ്ദേശത്തേക്ക് നയിക്കുമെന്ന് അല്ലെങ്കിൽ നയിക്കണമെന്ന് മോശ ദൈവത്തോട് അവർക്ക് വേണ്ടി അപേക്ഷിച്ച് മധ്യസ്ഥം വഹിക്കുന്ന അനുഭവത്തെ നമ്മൾ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് പാപം ചെയ്ത് വിശ്വാസത്യാഗം ചെയ്ത ജനത്തെ ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാതെ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന മോശ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി അപേക്ഷയുമായിട്ട് കടന്നു വരികയാണ്. അപ്പോൾ അവിടെയും പറയും ദയവായി നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരും. മോശ കർത്താവിനോട് അപേക്ഷിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ തൻ്റെ കരുണയാൽ ദൈവം അവന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ അനേക ഭാഗങ്ങളിൽ ദൈവം മോശയ്ക്ക് അല്ലെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ഇപ്പോൾ തൻ്റെ മക്കൾക്ക് ദൈവം തൻ്റെ ആ സ്വഭാവത്തെ വെളിപ്പെടുത്തുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്വഭാവത്തിലും അവൻ്റെ നന്മയിലും ദയയിലും സ്നേഹത്തിലും നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയും എന്നിവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നാം ഓരോരുത്തർക്കും ഈ ലോകത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് നാം ഒരു പ്രകാശ സ്രോതസ്സായിട്ട് നിലനിൽക്കുവാനും മറ്റുള്ളവരെ ആ പ്രകാശത്തിലേക്ക് ദൈവം എന്ന ലോകത്തിലേക്ക് കടന്നു വന്ന ലോകത്തിന് വെളിച്ചമാകുന്ന കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഞങ്ങൾ ലോകത്തിനും ദുഷ്ടന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കൽ ദൈവം അപ്പോസ്തലന്മാരെ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധി ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നന്മ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. അതായത് ദൈവത്തിൻ്റെ നന്മയും സ്വഭാവമാണ് ആളുകളെ അവരുടെ പാപാവസ്ഥയും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചു തരാനുള്ള നമ്മുടെ നിരന്തരമായ അപേക്ഷ അല്ലെ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന തീർച്ചയായും നമ്മളെ നന്മയിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കുവാനും അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവിച്ചുകൊണ്ട് ആ മഹത്വത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ മറ്റുള്ളവരെയും ഈ ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയായിത്തീരും. നമ്മളെ അതിന് ദൈവം സഹായിക്കും. അങ്ങനെ നമുക്ക് ആയിത്തീരുവാൻ ഇടയാവുന്നുണ്ടോ അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം അവസരം നൽകിയിട്ടുണ്ടോ? ആ ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു പദവിയിലേക്ക് കടന്നു വരാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അതിന് പ്രകാരം നമുക്ക് ജീവിക്കാം. ബുധനാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ. ഇപ്പോൾ ദൈവം അനേക തവണ മോശയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല മോശ അനേക തവണ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് സീനായി പർവ്വതത്തിൽ കയറി ചെന്ന് ദൈവം തൻ്റെ വിശുദ്ധ നിയമങ്ങൾ എഴുതിയ കൽപ്പനകൾ മോശ അത് പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ അടുത്തേക്ക് സീനായി പർവ്വതത്തിൽ കയറിപ്പോകുന്നു. അപ്പോൾ രണ്ടാമത് പോകുന്നത് ദൈവസന്നിധിയിലേക്ക് മോശ 7ാമത്തെ തവണയാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ അതിനു മുമ്പ് മോശ പോയിട്ടുള്ള സന്ദർഭങ്ങളെ സംബന്ധിച്ച് പുറപ്പാട് പുസ്തകം 19:3-7, പുറപ്പാട് 19:18-14, പുറപ്പാട് 19:20-25, പുറപ്പാട് 21-24-3, പുറപ്പാട് 24:9, 12:8 അങ്ങനെ ഈ പറയുന്ന വേദഭാഗങ്ങളൊക്കെയും ദൈവം സ്വയമായിട്ട് മോശയ്ക്ക് വെളിപ്പെടുത്തിയ
അവസ്ഥകളെക്കുറിച്ച് അല്ലെങ്കിൽ അവസ്ഥകളെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്, ആ സന്ദർഭങ്ങളെക്കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ അസാധാരണ അഭൂതപൂർവമായ ആ വിശദീകരണം മോശയ്ക്ക് ലഭിച്ചപ്പോൾ, മോശയ്ക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അവൻ ദൈവത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിച്ചു എന്നാണ്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്നേഹം, കൃപ, കരുണ, അനുകമ്പ, നന്മ, വിശ്വസ്ത, ക്ഷമ, വിശുദ്ധി, നീതി എന്നിവയുടെ നേർക്കാഴ്ചകൾ മോശയ്ക്ക് കാണുവാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ ഇതേ അവസ്ഥയിൽ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കരുണയും അനുകമ്പയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം നേരിട്ട് ദൈവത്തെ പൂർണ്ണമായിട്ടും ആരാധിക്കുവാനും ആ ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായിട്ടും നമുക്ക് നമസ്കരിപ്പാനും ആ ദൈവത്തിന് മുൻപിൽ കുമ്പിടുവാനും നമുക്ക് എത്രമാത്രം അല്ലെങ്കിൽ താല്പര്യമുള്ളവരും സ്നേഹമുള്ളവരുമാണ്, അല്ലെ നാം അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഈ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുമെന്നും അവരെ വാഗ്ദത്തദേശത്തേക്ക് നയിക്കുമെന്ന് ദൈവം മോശയ്ക്ക് ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും ദൈവം മോശയ്ക്ക് സ്വയമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, ഉപദേശങ്ങൾ മോശയ്ക്ക് നൽകിക്കൊണ്ട് മോശയെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൽ ആണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ഭൂമിയിലോ ഒരു ജാതിയിലോ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുടെ എല്ലാ ജനത്തിനും മുമ്പാകെ ചെയ്യും, നീ സഹവസിക്കുന്ന ജനമൊക്കെ നിന്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും എന്ന് പുറപ്പാട് പുസ്തകം 34:10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവം മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തി എത്രമാത്രം കരുണയും അനുകമ്പയും ഒക്കെ നൽകി ദൈവത്തിൻ്റെ ഒരു മകനായി ജനത്തിൻ്റെ നേതാവായി അവൻ മോശയെ ബലപ്പെടുത്തി ശക്തീകരിച്ച് മറ്റാരോടും ചെയ്യാത്ത വലിയ കൃപ ജനത്തോട് ചെയ്യുവാൻ മോശ മുഖാന്തരം ദൈവം ഇടപെടുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ കണ്ടനുഭവിച്ച മോശ എത്ര അനുഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ജീവിതത്തിൽ എന്ന് നമുക്ക് അവിടെ അറിയാൻ കഴിയും. അപ്പം ഈ ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ നമുക്കും ദൈവം മുമ്പാകെ ദൈവത്തെ കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ദൈവികമായ വെളിപ്പെടുത്തലുകൾ നമുക്കും ലഭിപ്പാൻ തക്കവണ്ണം നാം പ്രാർത്ഥനയും സമർപ്പണവും വിശ്വാസമുള്ള ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഈ വചന ഉപദേശങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വ്യാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് മോശയുടെ തിളങ്ങുന്ന മുഖം എന്നാണ്. ഈ മോശയുടെ തിളങ്ങുന്ന മുഖത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് മോശ ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം മോശയുടെ മുഖം പ്രകാശപൂരിതമായിരുന്നു എന്നാണ്. അപ്പം എന്നാൽ മോശയ്ക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലെ മോശയുടെ മുഖം എങ്ങനെയായിരുന്നു എന്ന് മോശയ്ക്ക് തിരിച്ചറിവുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ദൈവത്തിൻ്റെ നന്മയും ദയയും സ്വഭാവത്തിൻ്റെ ഭംഗിയും മോശ മനസ്സിലാക്കിയപ്പോൾ ആ ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ടും മോശ തന്നെ തുറന്നു കൊടുത്ത് സമർപ്പിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ ആ സ്വർഗീയമായ പ്രകാശം മോശയിലേക്ക് കടന്നു വരുവാനിടയിൽ തീർന്നു. അങ്ങനെയാണ് മോശയുടെ മുഖം പ്രകാശമാനമായി തീരുവാൻ കാരണമായി തീർന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മോശയ്ക്ക് അത്തരത്തിലുള്ള വലിയ രൂപാന്തരം ജീവിതത്തിലുണ്ടായി. തൻ്റെ ജനത്തിന് തൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രകാശം തൻ്റെ മുഖത്ത് പ്രസരിക്കുവാൻ പൂർണ്ണമായിട്ട് തന്നെ വെളിപ്പെടുത്തി തന്നെ സമർപ്പിച്ച് അല്ലെ തന്നെ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തപ്പോഴാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മളെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് ദൈവമേ അവിടുത്തെ കൃപ അല്ലെ അവിടുത്തെ കരുണ അല്ലെ അവിടുത്തെ ദൈവമായ നടത്തിപ്പ് എൻ്റെ മേൽ ഉണ്ടാവണമേ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവിക പ്രകൃതത്തിൽ ആ ദൈവിക ശോഭയിൽ നമുക്കും ആയിരിക്കാൻ ഇടയായി തീരും എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ദിവ്യ പ്രതിച്ഛായയിലേക്ക് രൂപാന്തരപ്പെടുത്തുവാനും നാം ദൈവത്തെ അനുവദിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്നത് മോശയുടെ ജീവിതത്തിൽ നാം കാണുന്ന മാതൃകയാണ്. അതുകൊണ്ട് ജീവന്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കുവാൻ ദൈവമായിട്ട് സഹവാസം നമുക്ക് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദിനംതോറും ജീവന്റെ പുതുക്കത്തിൽ നടന്നുകൊണ്ട് ഈ ദൈവികമായിട്ടുള്ള ശോഭ പ്രകാശം നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുവാനും നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുവാനും ആ ഒരു പ്രകാശത്തിലേക്ക് മറ്റുള്ളവർക്കും കടന്നു വരുവാൻ നാം ദൈവസന്നിധിയിൽ ദൈവിക സാന്നിധ്യമുള്ള വ്യക്തികളായിട്ട് ദൈവമക്കളായിട്ട് ജീവിക്കുവാൻ
ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ആഴ്ചയിലെ പാഠം ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനം അടിയങ്ങൾക്ക് ചിന്തിപ്പാൻ പഠിക്കുവാൻ അവിടുന്ന് അവസരം തന്നു. കർത്താവെ, ദൈവത്തിൻ്റെ ദാസനെയും മോശ എങ്ങനെ ദൈവത്തോടുകൂടി നടന്നു എന്നും എങ്ങനെ ദൈവകൃപ മനസ്സിലാക്കിയെന്നും എങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വന്നുവെന്നും അടിയങ്ങൾ കർത്താവ് പഠിച്ചു. അടിയങ്ങൾ ഓരോരുത്തരും അതിന് പ്രകാരം ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ദൈവിക നിയമങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കുവാനുമുള്ള മനസ്സോടെ കർത്താവ് എടുത്ത സന്നിധിയിൽ കടന്നു വന്ന് ദൈവമക്കളായി അവിടുത്തെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് സഹായിക്കണമെന്ന് അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ എടുക്കണം. നല്ല ദൈവമേ, ആമേൻ.